ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നത് സംബന്ധിച്ചുള്ള ഫയൽ നീക്കം നടത്തിയത് അതിവേഗം. ജനുവരി 29-നാണ് ഫയൽ എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. എന്നാൽ ഈ ജനുവരി 31-ന് തന്നെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. ബാർ ഉടമകളുടെ ആവശ്യപ്രകാരമാണ് തീരുമാനമെടുത്തത് എന്നാണ് രേഖകളിൽ വ്യക്തമാക്കുന്നത്. ഈ വർഷം അവസാനമാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്ന ആവശ്യവുമായി ബാർ ഉടമകൾ സർക്കാരിനെ സമീപിച്ചത്. ടൂറിസം വികസനം ഉൾപ്പെടെ മുൻനിർത്തിയായിരുന്നു ഉടമകളുടെ ആവശ്യം. ഉടൻ തന്നെ സർക്കാർ തലത്തിൽ നടപടികളും തുടങ്ങി. അതിവേഗമാണ് ഫയൽ നീക്കം നടന്നത്. കഴിഞ്ഞ ജനുവരി 29-ന് എക്സൈസ് മന്ത്രി ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. അവിടെയും വൈകിയില്ല. 2 ദിവസത്തിന് ശേഷം 31-ന് തന്നെ മുഖ്യമന്ത്രി ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിന് അനുമതി നൽകി. ഇതോടെയാണ് മറ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറക്കിയത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് നേരത്തെ ബാറുടമകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കങ്ങൾ നടത്തി. എന്നാൽ ഇതിനായി ബാറുടമകൾ പണപ്പിരിവ് നടത്തിയതിൻ്റെ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് നീക്കം സർക്കാർ ഉപേക്ഷിച്ചത്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഇടതുമുന്നണിയോ മന്ത്രിസഭയോ ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെന്നാണ് സൂചന. ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 800-ന് മുകളിൽ ബാറുകളാണ് സംസ്ഥാനത്ത് തുറന്നത്. 175 പുതിയ വെബ്കോ ഔട്ട്ലെറ്റുകളും സർക്കാർ തുറന്നു. മദ്യവർജനം പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ് കേരളമൊട്ടാകെ ബാറുകൾ തുറക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.